മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. തെരുവുനായകളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. ഇതിനായി ദേശീയപാതകളിലും റോഡുകളിലും പട്രോളിംഗ് സംഘങ്ങളെ നിയോഗിക്കണം. നായകളെ വന്ധീകരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകാൻ. സജു, വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. എല്ലാ നായകളെയും ഇതുപോലെ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം എന്നുള്ളതാണോ ഈ ഉത്തരവ്? നൗഫൽ, തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണവും വിധിയുമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തെരുവ് നായകളെ സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് മാറ്റണം. അല്ലാത്ത പക്ഷം അവ റോഡുകളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പൊതുവിടങ്ങളിലോ അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കായിരിക്കും, ചീഫ് സെക്രട്ടറിമാരായിരിക്കും എന്നുള്ള പ്രത്യേക നിരീക്ഷണം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് പൊതുവിടങ്ങളിൽ ഈ തെരുവ് നായകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തണം. ഇതിന്റെ സത്യവാങ്മൂലം, അതായത് ഏതൊക്കെ നടപടികൾ ചെയ്തു അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ ഓരോ സംസ്ഥാനങ്ങളും പൂർത്തിയാക്കി എന്നുള്ളത് 8 ആഴ്ചക്കകം ചീഫ് സെക്രട്ടറിമാർ സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയെ അറിയിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പൊതുവിടങ്ങൾ, പ്രത്യേകിച്ച് റോഡുകൾ, ഹൈവേകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തെരുവ് നായകൾ, കന്നുകാലികൾ അടക്കമുള്ളവയെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണം. അതോടൊപ്പം തന്നെ ഇവയുടെ വന്ധീകരണം ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പിടിക്കുന്ന തെരുവ് നായകളെ അതേ സ്ഥലത്ത് തന്നെ തുറന്നുവിടാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. അത് ഏറ്റവും പ്രധാനമായിട്ടും ഷെൽട്ടർ ഹോമുകളുള്ള ഇടങ്ങളിലേക്ക് മാറ്റണമെന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ദേശീയ, സംസ്ഥാന, ജില്ലാ പാതകളിൽ പെട്രോളിംഗ് ശക്തമാക്കണം. അതിനുവേണ്ടി സംസ്ഥാനത്തെ എല്ലാ വിജിലന്റ് ആയിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അല്ലാത്ത പക്ഷം അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ഈ പെട്രോൾ ടീം. ഈ പെട്രോളിംഗ് ടീമിന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ തെരുവ് നായകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഇവ അധികമായിട്ടുള്ള പ്രദേശങ്ങളിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തണമെന്നും അല്ലാത്ത പക്ഷം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും നടപടി സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ദേശീയ, സംസ്ഥാന, ജില്ലാ പാതകളിൽ നിന്ന് പോലും ഇതിനെ നീക്കം ചെയ്യണമെന്നും പ്രത്യേകിച്ച് ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ 3 അംഗ ബെഞ്ചിന്റെ ഉത്തരവ് അതിനിർണായകമായിട്ട് ഉത്തരവായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വകാര്യ ഹർജികളടക്കം സുപ്രീം കോടതി നിലനിൽക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പോലെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യമെന്ന് പറയുന്നത്, അതായത് ഈ ഉത്തരവ് പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നായ വന്ധീകരിക്കാനുള്ള നടപടികൾ അത് വേഗത്തിലാക്കണമെന്നുള്ളതാണ്. തെരുവുനായ വിഷയത്തിൽ അത്തരത്തിലുള്ള ചില നിർണായകമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നായ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഫെൻസിംഗ് സംവിധാനം അത് ഉറപ്പുവരുത്തണം. അത് കൃത്യമായി തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുവിടങ്ങൾ അടക്കമുള്ളവയിൽ നിന്ന് ഉറപ്പുവരുത്തണം എന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ ഇത് കർശനമായി പാലിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണമെന്നും വ്യക്തമാകുന്നു. അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥർ ഉത്തരവാദികൾ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കിതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകന്റെ പ്രതികരണത്തിലേക്ക് പോകാം. ഒരുപാട് പാവപ്പെട്ട ലേഡീസ്, തൊഴിലാളികൾ, ഡെയിലി വേജേഴ്സ്, സ്കൂൾ ചിൽഡ്രൻ, പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളിൽ പോകുന്ന പാവപ്പെട്ട കുട്ടികൾ, ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ളവർ, ഇവരെയെല്ലാം തെരുവ് നായ്ക്കൾ വലിയ രീതിയിൽ ആക്രമിക്കുകയാണ്. ഇന്ന് നമ്മൾ ഹാജരായിട്ടുള്ളത് അഭിരാമി എന്ന് പറയുന്ന കുഞ്ഞ് കൂലിപ്പണിക്കാരനായി അച്ഛന് രാവിലെ ചായ കൊടുക്കുവാൻ വേണ്ടി പാല് മേടിക്കാൻ പോകുന്നു. 50 മീറ്ററിനപ്പുറത്ത് വെച്ച് പട്ടി കടിക്കുന്നു. അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്തിൽ കൊണ്ടുപോകുന്നു. അത് അടഞ്ഞു കിടക്കുന്നു. പത്തനംതിട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഒരു റാബിസ് വാക്സിൻ, ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു. അഭിരാമി എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് ആലോചിക്കണം. പെൺകുട്ടിയാണ്. അത് 3 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പൊക്കോളാൻ പറയുന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ തിരിച്ചു വരുന്നു. പറയാം. അത് കഴിഞ്ഞിട്ട് ഈ 3 ഇഞ്ചക്ഷനും എടുത്തിട്ട് ഈ കുട്ടി മരിക്കുകയാണ് 10-15 ദിവസത്തിനുള്ളിൽ. അപ്പോൾ അങ്ങനെ അഭിരാമിമാരെ പോലെ ഒരുപാട് പേര് മരണത്തിന് വിധേയമായി കഴിഞ്ഞു. എന്നാൽ രാഷ്ട്രീയക്കാരും തന്നെ ഒരു ഉത്തരവാദിത്വപരമായ സമീപനം എടുക്കുന്നില്ല. ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് ആശ്വാസമായി വരുന്ന ഇതിനിടയ്ക്ക് ഇന്നത്തെ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്കോർഡിംഗ് ടു അസ്, കാരണം 10 വർഷമായിട്ട് നമ്മൾ ഈ കേസ് ചെയ്യുന്ന ജസ്റ്റിസ് സിരിജഗൻ കമ്മീഷനെ അടക്കം അപ്പോയിന്റ് ചെയ്യുന്ന വിഷയത്തിലടക്കം ഇന്ന് ചെയ്തിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ, പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, പ്ലേ ഗ്രൗണ്ട്സ്, പാർക്കുകൾ, അതുപോലെയുള്ള സ്കൂൾ ഗ്രൗണ്ടുകൾ ഒക്കെ തന്നെ ഈ തെരുവ് നായ്ക്കൾ കയറുന്നതും അവിടെ അറ്റാക്ക് ചെയ്യുന്നതുമായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടാവണമെന്നും, അങ്ങനെ മെക്കാനിസം ഉണ്ടാകുന്നത് മാത്രവുമല്ല, അവിടുന്ന് പിടിക്കുന്ന തെരുവ് നായ്ക്കളെ
സ്റ്റെറിലൈസ് ചെയ്തിട്ട് അവിടെ തന്നെ തിരിച്ചുവിടുക എന്ന് പറയുന്നത് കൂടുതൽ അപകടകരമാണ് എന്നും ഇന്ന് സുപ്രീം കോടതി ഒബ്സർവ് ചെയ്ത ഓർഡറിലാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം സ്റ്റെറിലൈസേഷന് വേണ്ടി വാദിക്കുന്ന ആളുകൾ, ABC റൂളിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാവപ്പെട്ട ഒരു പട്ടിയെ മാത്രമേ പിടിക്കുന്നുള്ളൂ. ഒരിക്കലും അറ്റാക്ക് ചെയ്യാത്ത പാവപ്പെട്ട പട്ടിയെ പിടിക്കുന്നു, അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് വേദനിപ്പിക്കുന്നു, അതിനെ കൊണ്ട് തിരിച്ചവിടെ തന്നെ വിടുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ അക്രമകാരിയായ പട്ടിയെ ആരും പിടിക്കുന്നില്ല. ഇനി സ്റ്റെറിലൈസ് ചെയ്ത പട്ടിക്ക് ഇത് ഇഫക്റ്റ് ആണോ എന്ന് പോലും അറിയില്ല. ഇതാണ് ഇന്ന് സംഭവിച്ച ഒരു പ്രധാന കാര്യം. ഇന്നത്തെ ഡയറക്ഷൻസ് കേരളത്തിന്റെ കാര്യത്തിൽ എങ്ങനെ എത്രത്തോളം പര്യാപ്തമാണെന്നാണ്? ഇന്നത്തെ ഡയറക്ഷൻസ് കേരളത്തിനും ഏറ്റവും ഗുണമാണ്. രാജ്യത്തിനാകെ തന്നെ ബഹുമാനപ്പെട്ട പരമോന്നത നീതിന്യായ പീഠത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഈ ഡയറക്ഷൻസ് കൃത്യമായി പാലിക്കണം. അതല്ലെങ്കിൽ അഭിരാമിയുടെ അമ്മയ്ക്ക് ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് പാവപ്പെട്ട ആളുകൾക്ക് സഹായം, മെഡിസിൻ അടക്കം കൊടുക്കണമെന്നാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അതേതെങ്കിലും അതോറിറ്റി വയലേറ്റ് ചെയ്താൽ, അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അഭിരാമിയുടെ അമ്മ ശ്രീ മാഡം രജനിക്ക് വേണ്ടി ഞങ്ങളത് കണ്ടംപ്റ്റ് പെറ്റീഷൻ അടക്കം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതാണ്. അഭിരാമിയുടെ IAL എന്താണ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്? ഇന്നലെ ഒരു പ്രതികരണം ഇന്ന് കോടതി ഇരുന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതി ഓർഡർ ഡിക്റ്റേറ്റ് ചെയ്യായിരുന്നു. ഒരാളും ഇന്ന് വാദിക്കേണ്ട കാര്യം ഉണ്ടായില്ല. അതിനു മുമ്പ് തന്നെ കോടതി നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്കൊക്കെ കവർ ചെയ്തൊരു വിധി വരികയും, അതായത് അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ തെരുവുനായ ശല്യം വലിയ രീതിയിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറിമാർക്കും സംസ്ഥാനങ്ങൾക്കും ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പൊതുവിടങ്ങൾ, സ്കൂളുകൾ, പാർക്കുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തെരുവുനായകൾ പ്രവേശിക്കുന്നതിന് വിപരീതമായിട്ടുള്ള ഫെൻസിംഗ് അത് നിർബന്ധമാക്കണം. ഈ ഫെൻസിംഗ് കൃത്യമായിട്ട് നടപ്പിലാക്കണം. അത് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരും സംസ്ഥാനത്തെ ഇതിലുള്ള ഒരു ടീമുകളും പ്രായോഗിക പ്രശ്നമില്ലേ? കാരണം റോഡുകളിൽ കാണുന്ന നായകളെയെല്ലാം സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളത് പ്രായോഗികമാണോ? പ്രത്യേകിച്ചും നായകൾ റോഡുകളിൽ മാത്രമല്ലല്ലോ ഉണ്ടാവുക, അവ പുറത്തുള്ള നായകൾ റോഡിലേക്ക് വരിക എന്നുള്ളതാണല്ലോ സംഭവിക്കുന്നത്. അങ്ങനെ എല്ലാ നായകളെയും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ? ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം പ്രായോഗികമാണ്? എന്താണ് കോടതിയുടെ ഉത്തരവിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ?